സോ ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൽ അതിൻ്റെ ബയോകെമിക്കൽ നേച്ചർ എന്താണെന്ന് മനസ്സിലായില്ല. എക്സ്പെരിമെൻറ്റിൽ നിന്ന് അത് ഐഡൻറ്റിഫൈ ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിളിൻ്റെ ആ ഒരു ബയോകെമിക്കൽ നേച്ചർ എന്താണെന്ന് മനസ്സിലായില്ല. സോ അടുത്തത് ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ. ഈ ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത് ഗ്രിഫിത്താണ്. ആ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയുടെ ആർ സ്ട്രെയിനും എസ് സ്ട്രെയിനും യൂസ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻറ്റിലൂടെയാണ് കൊണ്ടുവന്നത്. അങ്ങനെയാണ് അതിൻ്റെ ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ എന്ന്, അത് ഗ്രിഫിത്താണ് കൊണ്ടുവന്നത്. ബട്ട് ആ ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിളായ മെറ്റീരിയലിന് എന്താണ് അതിൻ്റെ ബയോകെമിക്കൽ നേച്ചർ, അത് DNA ആണോ പ്രോട്ടീനാണോ RNA ആണോ എന്നൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. സോ അത് കൊണ്ടുവന്നത് 1933 to 34 ആ കാലയളവിൽ ഓസ്വാൾഡ് എവറി, കോളിൻ ലിയോട്ട്, മക്ലിൻ മെക്കാർട്ടി ഈ 3 പേരാണ് ഈ പറഞ്ഞ ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ ഗ്രിഫിത്ത് ചെയ്ത എക്സ്പെരിമെൻറ്റിൻ്റെ ആ ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിളിൻ്റെ ബയോകെമിക്കൽ നേച്ചർ ഫൈൻഡ് ഔട്ട് ചെയ്ത്. ഓസ്വാൾഡ് എവറി, കോളിൻ ലിയോട്ട്, മക്ലിൻ മെക്കാർട്ടി ഈ 3 പേര് എന്ത് ചെയ്തു, ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻറ്റിലുള്ള ആ ബയോകെമിക്കൽസിനെ ഐസൊലേറ്റ് ചെയ്തു. എവിടെ നിന്ന്? ഹീറ്റ് കിൽഡ് എസ് സെൽസ്, ആ എസ് ട്രെയിനുള്ള ആ സെല്ലുകളിൽ നിന്ന്, ആ ഡെഡായിട്ടുള്ള മൈസിൽ നിന്ന്, അവരിൽ നിന്ന് ആ ഡെഡായിട്ടുള്ള മൈസിൽ നിന്ന് ആ ബയോകെമിക്കൽസിനെ ഐസൊലേറ്റ് ചെയ്തു, പ്യൂരിഫൈ ചെയ്തു. സോ ഐസൊലേറ്റഡ് ആൻഡ് പ്യൂരിഫൈഡ് ബയോകെമിക്കൽസ് ഫ്രം ഹീറ്റ് കിൽഡ് എസ് സെൽസ്, ഡെഡായിട്ടുള്ള മൈസിൽ നിന്ന് ആ ബയോകെമിക്കൽസിനെ ഐസൊലേറ്റ് ചെയ്ത് പ്യൂരിഫൈ ചെയ്തെടുത്തു. ഏതൊക്കെ ബയോകെമിക്കൽസ്? പ്രോട്ടീൻസ്, RNA, DNA. സോ ഇതിലേതാണ് ആ ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിനെ ഐസൊലേറ്റ് ചെയ്ത് പ്യൂരിഫൈ ചെയ്തെടുത്തു. എന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ടു സീ വിച്ച് വൺ ട്രാൻസ്ഫോം, ഇതിലേതാണ് ട്രാൻസ്ഫോം നമ്മുടെ നോൺ വിറുലൻ്റ് ആയിട്ടുള്ള R സെല്ലിനെ S സെൽസ് ആക്കി മാറ്റാനായിട്ട് ഏത് ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിളാണ് ഇതിന് സഹായിച്ചതെന്നറിയാനായിട്ടാണ് ഇതിനെ ഐസൊലേറ്റ് ചെയ്തതും പ്യൂരിഫൈ ചെയ്തു. നോൺ വിറുലൻ്റ് ഫോം പിന്നീട് വിറുലൻ്റ് ഫോമായി മാറി, എസ്ട്രെയിനെ പോലെ മ്യൂക്കസ് പോളിസാക്കറൈഡ് ഡെവലപ്പ് ചെയ്ത് വിറുലൻ്റ് ഫോമായി ആ പറഞ്ഞ മൈസൻ ന്യൂമോണിയ വന്ന് ഡെഡ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ S സെല്ലിൽ എന്താണ് R സെല്ലിനെ കൊണ്ട് S സെല്ലിനെ പോലെ ബിഹേവ് ചെയ്യിപ്പിച്ചത്? അതിൽ ഇതാണോ, പ്രോട്ടീനാണോ RNA ആണോ DNA ആണോ എന്നറിയാൻ വേണ്ടി ആ ബയോകെമിക്കലിനെ അതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് പ്യൂരിഫൈ ചെയ്തു. അങ്ങനെ നോക്കിയപ്പോൾ ഈ ബയോകെമിക്കൽസിനൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്തു, അതിനെ കില്ല് ചെയ്ത് നോക്കി. സോ നമ്മൾ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാൻ പ്രോട്ടിയേസ് യൂസ് ചെയ്തു, അതുപോലെ RNAനെ ഡൈജസ്റ്റ് ചെയ്യാൻ RNAs യൂസ് ചെയ്തു, DNAനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് DNAസും യൂസ് ചെയ്തു. ഈ 3 ബയോകെമിക്കൽസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ഡിഫറെൻ്റ് എൻസൈംസ് യൂട്ടിലൈസ് ചെയ്തിട്ട് അവർ എക്സ്പെരിമെൻറ്റ് ചെയ്തു. സോ പ്രോട്ടിയേസ് ഫോർ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ്, RNAs ഫോർ RNA ഡൈജസ്റ്റിംഗ്, DNAs ഫോർ DNA ഡൈജസ്റ്റിംഗ്. ഇതിൽ പ്രോട്ടിയേസും RNAസും പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം അതുപോലെ RNA ഡൈജസ്റ്റിംഗ് എൻസൈം നോക്കിയപ്പോൾ കണ്ടുപിടിച്ചത് നോട്ട് എഫക്റ്റഡ് ട്രാൻസ്ഫോർമേഷൻ. ഇതിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് ആ എക്സ്പെരിമെൻറ്റ് വീണ്ടും കണ്ടക്ട് ചെയ്തപ്പോൾ കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ അത് ട്രാൻസ്ഫോർമേഷനെ എഫക്റ്റ് ചെയ്യുന്നില്ല. പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈമായ പ്രോട്ടിയേസും അതുപോലെ RNA ഡൈജസ്റ്റിംഗ് എൻസൈം RNAസും അതിനെ രണ്ടിനെയും ഡൈജസ്റ്റ് ചെയ്തിട്ട് സെയിം എക്സ്പെരിമെൻറ്റ് ചെയ്തു നോക്കിയപ്പോൾ ആ ട്രാൻസ്ഫോർമേഷനെ എഫക്റ്റ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ എന്തായിരിക്കും ട്രാൻസ്ഫോർമേഷൻ? പക്ഷേ DNA ഡൈജസ്റ്റിംഗ് എൻസൈമിനെ വെച്ചിട്ട് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തപ്പോൾ ദേ ഇൻഹിബിറ്റഡ് ദ ട്രാൻസ്ഫോർമേഷൻ. സോ DNAനെ ഡൈജസ്റ്റ് ചെയ്ത DNAs വെച്ച് നോക്കിയപ്പോൾ മാത്രമാണ് എന്ത് കണ്ടുപിടിച്ചത്? ആ ട്രാൻസ്ഫോർമേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു, മറ്റേത് രണ്ടും. സോ മനസ്സിലായി, പ്രോട്ടീനും RNAയും അല്ല ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്തത്. അതുകൊണ്ടാണ് ആ ട്രാൻസ്ഫോർമേഷന് അത് എഫക്റ്റ് ചെയ്യാതിരുന്നത്. അതേസമയം DNA ആണ് ആ ട്രാൻസ്ഫോമിങ് അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ എന്ന് മനസ്സിലായി. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ ട്രാൻസ്ഫോർമേഷൻ DNAനെ ഡൈജസ്റ്റ് ചെയ്തപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഇൻഹിബിറ്റഡ് ആയി, മറ്റേത് രണ്ടിനെയും ഡൈജസ്റ്റ് ചെയ്തപ്പോൾ എന്താ ട്രാൻസ്ഫോർമേഷൻ ഇൻഹിബിറ്റഡ് ആയില്ല. ബിക്കോസ് അതിനൊരു റോളില്ല, ട്രാൻസ്ഫോർമേഷൻ റോള് അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയലിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള റോള് ഈ പറഞ്ഞ പ്രോട്ടീനും RNAയ്ക്കില്ല. പക്ഷേ DNAനെ ഡൈജസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അത് മാത്രമേ ട്രാൻസ്ഫോർമേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുള്ളൂ. സോ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കൺക്ലൂഡ് ചെയ്തു. സോ കൺക്ലൂഡ് ചെയ്തു DNA എലോൺ, DNAയ്ക്ക് മാത്രമേ കോസ് ടു ട്രാൻസ്ഫോം എന്ത് ചെയ്തത്? R സെല്ലിനെ S സെൽസ് ആക്കി മാറ്റാൻ കഴിഞ്ഞത്. സോ S സെല്ലിലുള്ള ആ
ജനറ്റിക് മെറ്റീരിയലായ DNA ആണ് R സെല്ലിലേക്ക് കൺവേർട്ടഡ് ആയി എന്ത് മാറി R സെല്ലിലുള്ള സ്ട്രെയിൻ മ്യൂക്കസ് പോളിസാക്കറൈഡ് ഡെവലപ്പ് ചെയ്ത് R സെല്ല് S സെൽസിനെ പോലെ ബിഹേവ് ചെയ്ത് ന്യൂമോണിയ ഡെവലപ്പ് ചെയ്ത്. സോ DNAക്ക് മാത്രമാണ് ട്രാൻസ്ഫോർമേഷൻ R സെല്ലിനെ S സെൽസ് ആക്കി മാറ്റാൻ പറ്റിയത്. കാരണം S സെൽസിലുള്ള DNA മാത്രമാണ് R സെല്ലിലേക്ക് ട്രാൻസ്ഫേർഡ് ആയിട്ട് ജനറ്റിക് അല്ലെങ്കിൽ ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിളായിട്ട് ആക്ട് ചെയ്ത്. സോ DNA തന്നെയാണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പ്രൂവ് ചെയ്തു. ഈ പറഞ്ഞ ഫ്രെഡറിക് ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻറ്റിലെ ഈ പറഞ്ഞ 3 പേര് ഓസ്വാൾഡ് എവറി, അതുപോലെ കോളിൻ ലിയോഡും മെക്ലിൻ മെക്കാർട്ടിയും കൂടിയിട്ടാണ് ഈ എക്സ്പെരിമെൻറ്റിലുള്ള ആ ബയോകെമിക്കൽ നേച്ചറിനെ റീഡിസ്കവർ ചെയ്ത്, അതായത് ഐസൊലേറ്റ് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് DNA തന്നെയാണ് ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് പ്രൂവ് ചെയ്തത്.